മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളോ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്രാ ചെലവ് അവർ തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവർ കൂടെ പോയ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചെലവ് ആ കുടുംബമല്ലേ വഹിച്ചിട്ടുള്ളത്. അതെ അതെ, ഒരു കുട്ടിയല്ല, അതിന് ഇത്ര മുഖ്യമന്ത്രിയുടെ മകളും കൊച്ചുമകനും ഔദ്യോഗിക യാത്രയിൽ മുഖ്യമന്ത്രിയെ അനുഗമിച്ചു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മുഖ്യമന്ത്രിയുടെ മകളും കൊച്ചുമകനും ഔദ്യോഗിക യാത്രയിൽ മുഖ്യമന്ത്രിയെ അനുഗമിച്ചു. അത് ഉചിതമാണ്, അതിൽ ഒരനൗചിത്യവുമില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ഞങ്ങൾ ഒരു അനൗചിത്യം കാണുന്നില്ല. കാരണം അവരുടെ ചെലവ് സർക്കാരല്ല വഹിക്കുന്നത്, അവരുടെ സ്വന്തം ചെലവിലാണ് അവർ പോകുന്നത്. സ്വന്തം ചെലവിലാണ് പോകുന്നതെങ്കിൽ സർക്കാരിന്, കേരള സർക്കാരിന്റെ യാത്രയുടെ ഭാഗമായി എങ്ങനെ അവർ പോകും? ശ്രീ ചിത്രരഞ്ജൻ, എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ശ്രീ ചിത്രരഞ്ജൻ, സ്വന്തം ചെലവിലാണ് പോകുന്നതെങ്കിൽ അത് ഉല്ലാസയാത്രയാണല്ലോ. ഉല്ലാസയാത്ര എന്ന് തന്നെയല്ലേ വിളിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് എന്താ? ഔദ്യോഗിക യാത്ര എന്ന് വിളിക്കണോ? എന്റെ സുഹൃത്ത്, നിങ്ങൾ ഏത് വിധത്തിൽ വേണേലും വിളിച്ച് ആക്ഷേപിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഔദ്യോഗികമായി കേരളത്തിന്റെ സർക്കാർ നോർവേയിലും ഫിൻലൻഡിലും ലണ്ടനിലും UK-ലും നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്നത് ചെലവിന്റെ മാത്രം പ്രശ്നമാണോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? അല്ലല്ല, നിങ്ങളുടെ ചർച്ച എന്തുവാ? ചെലവിനെ കുറിച്ചുള്ള ചർച്ചയാണോ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. വിദേശയാത്ര വിമർശനാതീതമായോ എന്ന് തന്നെയാണ് ചർച്ചയുടെ തലക്കെട്ട്. ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ താങ്കൾ അത് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങളിപ്പോ വീടെടുത്ത് കിടന്ന് ഉരുളാതെ. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. വീട് ഉരുളുന്നത് ആരാണെന്ന് കാണുന്നവർ തീരുമാനിക്കട്ടെ. ശ്രീ ചിത്രരഞ്ജൻ, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ ഉല്ലാസയാത്രയെ ചിത്രീകരിച്ചില്ലേ എന്ന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക യാത്രയിൽ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ പോകുന്നത് ചോദ്യം ചെയ്യപ്പെടും. കേരളത്തിന്റെ ഔദ്യോഗിക സംഘത്തിനൊപ്പം ഉല്ലാസയാത്ര നടത്തുന്നവരുണ്ടെങ്കിൽ അതിനെ ഉല്ലാസയാത്ര എന്നല്ലാതെ മറ്റെന്ത് വിളിക്കണം? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. നിങ്ങൾ എന്ത് പേരിട്ട് വേണേലും വിളിച്ചോ, ഞങ്ങൾക്കൊരു ആക്ഷേപവും ഇല്ല. നിങ്ങൾ 10 പ്രാവശ്യം അത് പറഞ്ഞു, ഞങ്ങൾക്കൊരു ആക്ഷേപവും ഇല്ല. തീർന്നല്ലോ. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്.